ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു രക്തസാക്ഷിയുടെ കഥയാണ്. ഫാദർ ജെയിംസ് കൊട്ടായലിന്റെ ജീവിതം. ഇത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, എന്നാൽ അത്രയേറെ പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ്. നമുക്ക് തുടങ്ങാം. 1967 ജൂലൈ 13 ഒരു രാത്രി ഒരു കൊലപാതകത്തിന് സാക്ഷിയായ ഒരാൾ ആ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവർ അദ്ദേഹത്തിന് നേരെ ചാടി വീഴുകയും കടാരകൾ വയറ്റിലേക്കും സമീപഭാഗങ്ങളിലേക്കും ആവർത്തിച്ചു കുത്തിയിറക്കുകയും ചെയ്തു. ഈ ഒരു ഭീകരമായ ചിത്രത്തിൽ നിന്നാണ് നമ്മൾ ഈ കഥയുടെ ചുരുളഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരുമല്ലേ, എന്തിനാണ് ഒരു പുരോഹിതനെ സ്വന്തം ഇടവകയിൽ വെച്ച് ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. നമ്മുടെ ആദ്യ ഭാഗം ഒരു രക്തസാക്ഷിയുടെ ഉദയം. കാരണം ഫാദർ ജെയിംസ് കൊട്ടായലിനെ ഇന്ത്യയിലെ ആദ്യത്തെ ജെസ്യൂട്ട് മിഷണറി രക്തസാക്ഷിയായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഫാദർ ജെയിംസ് കൊട്ടായൽ. റാഞ്ചി ജില്ലയിലെ നവതന്നൂർ എന്ന സ്ഥലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കഥയിലേക്കും അദ്ദേഹം ജീവിച്ച ലോകത്തിലേക്കുമാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ എന്തിന് എന്ന ചോദ്യത്തിനുത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹം ചെന്നെത്തിയ ആ ലോകം എങ്ങനെയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണം. അക്ഷരാർത്ഥത്തിൽ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ഇടയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. ആ സമൂഹം ആദിവാസികളുടേതായിരുന്നു. അതായത് ഛോട്ടാ നാഗ്പൂർ മേഖലയിലെ തദ്ദേശീയരായ ഗോത്രവർഗ്ഗക്കാർ, പാവപ്പെട്ടവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, എല്ലാ രീതിയിലും അടിച്ചമർത്തപ്പെട്ടവർ. ഇനി കഥയിലെ മറുവശം. അവിടെയുള്ളത് സമീന്ദാർമാരും പണമിടപാടുകാരും, അതായത് ഭൂമിയും സമ്പത്തും അധികാരവുമെല്ലാം കൈയാളിയിരുന്ന ജന്മിമാർ. അവരുടെ നിലനിൽപ്പ് തന്നെ ഈ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നതിലൂടെയായിരുന്നു. അപ്പോ ഈ അടിച്ചമർത്തൽ എങ്ങനെയായിരുന്നു എന്നല്ലേ? 1. ഒരിക്കലും തീരാത്ത കടക്കിണികളൊരുക്കും. 2. ബേദ് ബെഗാരി എന്ന പേരിൽ കൂലിയില്ലാതെ അടിമപ്പണിയെടുപ്പിക്കും. 3. അവരുടെ ഭൂമി മുഴുവൻ തട്ടിയെടുക്കും. അവസാനം ഒരു രാഷ്ട്രീയ അവകാശവുമില്ലാത്ത അടിമകളെപ്പോലെ അവരെ മാറ്റും. ഇതായിരുന്നു ഫാദർ കൊട്ടായിൽ അവിടെ ചെന്നപ്പോൾ കണ്ട യാഥാർത്ഥ്യം. ഈയൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു നിശബ്ദ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പുതിയ രൂപരേഖ അദ്ദേഹം അവർക്കു മുന്നിൽ വെച്ചു. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വെറുതെ പണം കൊടുത്ത് സഹായിക്കുക എന്നതായിരുന്നില്ല. അതൊരു ദാനധർമ്മമല്ല, മറിച്ച് വിമോചനമായിരുന്നു. ആ ജനതയെ ദൈവത്തിന്റെ മക്കളും ഇന്ത്യയുടെ നല്ല പൗരന്മാരുമാക്കി മാറ്റുക എന്ന വലിയൊരു സ്വപ്നം. അതിന് കൃത്യമായൊരു പ്ലാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യം വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നൽകി. പിന്നെ സഹകരണ സംഘങ്ങൾ തുടങ്ങി സാമ്പത്തികമായവരെ സ്വതന്ത്രരാക്കി. പുതിയ കൃഷിരീതികൾ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാകാൻ സഹായിച്ചു. അവസാനം സംസാരിക്കാനും നേതൃത്വം നൽകാനും അവരെ പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ അടിമത്തത്തിന്റെ ഓരോ കണ്ണികളെയും അദ്ദേഹം തകർക്കാൻ തുടങ്ങി. പക്ഷേ എന്തു സംഭവിക്കും? ഒരു കൂട്ടരുടെ പുരോഗതി മറ്റൊരു കൂട്ടർക്ക് ഭീഷണിയായി മാറുമ്പോൾ അവിടെയാണ് കാര്യങ്ങൾ ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുന്നത്. അതായത് ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്തിയ ഓരോ സ്കൂളും, അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകിയ ഓരോ സഹകരണ സംഘവും ജന്മിമാരുടെ കണ്ണിൽ അവരുടെ അധികാരത്തിനു നേരെയുള്ള ആക്രമണമായിരുന്നു. അവർക്ക് ഫാദർ കൊട്ടായിൽ ഒരു രക്ഷകനായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനു തന്നെയുള്ള ഒരു ഭീഷണിയായിരുന്നു. കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. 1967 ഏപ്രിൽ 24 അദ്ദേഹം നവതന്നൂരിലെത്തി. വെറും 2 മാസം, മെയ് ജൂൺ ആയപ്പോഴേക്കും ആ ജനതയിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇത് കണ്ടതോടെ ജൂലൈയുടെ തുടക്കത്തിൽ തന്നെ ജന്മിമാർ ഗൂഢാലോചന തുടങ്ങി. അവസാനം ജൂലൈ 13 രാത്രി 9 മണിക്ക് വാടക കൊലയാളികൾ അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടി. ഇതൊരു യഥാർത്ഥ രേഖയാണ്. 1967 റാഞ്ചി ജെസ്യൂട്ട് സൊസൈറ്റി പുറത്തിറക്കിയ ഒരു ബുള്ളറ്റിൻ. ആ ആക്രമണത്തിനു ശേഷം നടന്ന കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു ചരിത്രപരമായ തെളിവ് തന്നെയാണിത്. പക്ഷേ ആ കൊലപാതകത്തോടെ കഥ തീർന്നു എന്ന് കരുതിയെങ്കിൽ തെറ്റി. കാരണം അവിടെ തുടങ്ങുകയായിരുന്നു രക്തസാക്ഷിയുടെ വിജയം. ഒരു ദുരന്തം എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പാരമ്പര്യത്തിന് വഴിവെച്ചത് എന്നത് ശരിക്കും ഒരു വിരോധാഭാസമാണ്. മരണത്തോട് മല്ലിടുമ്പോഴും തന്നെ ആക്രമിച്ചവർക്കെതിരെ കേസ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു: അവരെന്റെ സഹോദരന്മാരായിരുന്നു. ഞാൻ അവരോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ത്യാഗം പാഴായോ? ഒരിക്കലുമില്ല. നവതന്നൂർ എന്ന ഗ്രാമത്തിനുണ്ടായ മാറ്റം നോക്കൂ. ഒരു കാലത്ത് കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ഒറ്റപ്പെട്ടൊരു സ്ഥലം ഇന്ന് മതപരമായ വിളികളുടെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. എത്ര വലിയ മാറ്റമാണ് നോക്കൂ. കണക്കുകൾ നോക്കുമ്പോൾ ഈ മാറ്റം നമുക്ക് കൂടുതൽ വ്യക്തമാകും. 1967 വെറും 1000 ഇടവകക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 4000-ലധികം പേരുണ്ട്. ഇടവക സ്കൂളുകളിലാണെങ്കിൽ 2500-ലധികം കുട്ടികൾ പഠിക്കുന്നു.
അതായത് അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ദൗത്യം 10 മടങ്ങ് ശക്തിയോടെ വളർന്നു. ഒന്ന് 1967 നിന്നുള്ളൊരു കത്ത്, മറ്റൊന്ന് 2019 നിന്നും. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ഓർമ്മകളും ആ ത്യാഗവും എത്രമാത്രം സജീവമായി നിലനിൽക്കുന്നു എന്നതാണ്. ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ളൊരു ശക്തമായ കണ്ണിയാണിത്. ടെർത്തൂലിയന്റെ പ്രശസ്തമായ ആ വാക്കുകളോടെ നമുക്ക് അവസാനിപ്പിക്കാം. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഒരു ദുരന്തം എങ്ങനെയാണ് ആഴത്തിലുള്ള വളർച്ചയ്ക്കും വിജയത്തിനും വിത്തായി മാറുന്നത് എന്ന വലിയൊരു ചിന്ത നമുക്ക് മുന്നിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഫാദർ കൊട്ടായിലിന്റെ കഥ അവസാനിക്കുന്നത്.